അമ്മ ഓ എനിക്ക് ആദ്യ സാലറി കിട്ടി. ഓ എന്റെ ആറ്റുമല്ലമ്മച്ചി, എന്തോരം നേർച്ച തീർന്നിട്ട് ഇപ്പൊ ഇത് സംഭവിച്ചത്. ഞാൻ അമ്മയ്ക്ക് ഒരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെടുവോ? എന്തോന്ന് മക്കളെ അങ്ങനത്തെ സംസാരം? സമ്മാനത്തിന് വലിപ്പവും ചെറുപ്പമൊന്നുമില്ല. സമ്മാനം അത് എന്താണെങ്കിലും അത് സന്തോഷമേ ഉള്ളൂ. അമ്മ ഇടാ മരക്കഴുതേ, നിന്റെ അടുത്ത് 100 പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എനിക്ക് ഈ കളർ സാരി വാങ്ങല്ലേന്ന്? ഒരു 100 സാരിയെങ്കിലും കാണും ഇതുപോലുള്ള. എന്റെ കല്യാണ സാരി വരെ ഈ കളറാണ്. അപ്പുറത്തെ സരളയുടെ മോനാണെങ്കിൽ ജോലി കിട്ടിട്ട് നമുക്കൊരു സ്വർണ്ണമാലയാണ് മാച്ചു കൊടുത്ത. നമുക്ക് കയ്യിലുമില്ല കഴുത്തിലുമില്ല ഒരു തരി തങ്കം. തങ്കോടാ. പറയളിയാ. അളിയാ, നീ അമ്മയ്ക്ക് ഏത് കളർ സാരി വാങ്ങിച്ച? നീല കളർ സാരി. ഞാൻ ഇവിടെ അമ്മയ്ക്ക് മഞ്ഞ കളർ സാരിയാണ് വാങ്ങിച്ചോണ്ട് കൊടുത്തത്. ആ കളർ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് ഒരേ ബഹളം, ഒരു സമാധാനം തന്നില്ല. അവിടെ അത് തന്നെ പ്രശ്നം. എങ്കിൽ നിന്റെ അമ്മയുടെ മഞ്ഞ കളർ സാരി താ, ഞാൻ നീല കൊണ്ടുതരാം. ഓക്കെ അളിയാ. അമ്മ കളർ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ താ, ഞാൻ മഞ്ഞ സാരി കൊണ്ടുതരാം. നീ പോർക്കേത്, ഇതെന്റെ ഫേവറേറ്റ് കളറാണ്. ഇനി ഇത് കൊണ്ടുവന്ന് വല്ലവർക്കും കൊടുത്തിട്ട് അവരുടെ സാരി എനിക്ക് കൊണ്ടു തരാനാ? നടക്കൂല. പിന്നെ അതുപോലെ തന്നെ ഈ പൈസയൊന്നും അടിച്ച് തുളിച്ച് കളയരുത്. ഒരുപാട് നേർച്ചയും കാര്യങ്ങളും കിട്ടിയിട്ടാണ് നിനക്ക് ജോലി കിട്ടിയത്. ആറ്റുകാൽ അമ്പലത്തിൽ ഒരു സ്വർണ്ണ പൊട്ട് കൊടുക്കണം. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരു 4000 രൂപയുടെ ഒരു ചടങ്ങുണ്ട്, അത് ചെയ്യണം. പിന്നെ ഇവിടെ അഴൂർ അമ്പലത്തിൽ ഒരു കൊടുതി. തൽക്കാലം നീ ഇത് തീർക്കാതെ കഴിഞ്ഞിട്ട് അടുത്ത മാസത്തെ ശമ്പളം കിട്ടുമ്പോ മണ്ണാറശാല ഒരു ചടങ്ങുണ്ട്. ഇത് വല്ലാത്ത കെടുതിയാണല്ലോ അമ്മ. ആകെ 520 നോട്ടാണ് കിട്ടുന്നത്. ഇത്ര നേർച്ച ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് സ്വർണ്ണം വാങ്ങിച്ചു തരായിരുന്നല്ലോ ഞാൻ. ചെറുക്ക, ദൈവത്തിന് നിന്ദിക്കല്ലേ, ദൈവത്തിന് നിന്ദിക്കല്ലേ, മര്യാദ ചെയ്. അയ്യോ മക്കളെ, അച്ഛനൊന്നും വാങ്ങിച്ചില്ല അമ്മ. അതല്ലടാ, നിനക്ക് ജോലി കിട്ടിയ ഒരു നേർച്ച ഉണ്ടായിരുന്നു. അച്ഛന് മുട്ട എടുപ്പിച്ച് ശയനപ്രവേശനം നടത്താന്നുള്ള. അല്ല, നിങ്ങൾ എന്നെ കൊണ്ട് EMI എടുപ്പിക്കൂ. ഓ, എന്നിട്ട് വേണം ഇവനെ കൊണ്ട് ശൂലവും കുത്തിച്ച് തീ കൂടെ നടത്തിക്കാൻ.